ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുള്ളത് കതിർ എന്ന് പറഞ്ഞ ഒരു പാർക്കിലാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുംപാടത്താണ് അതുള്ളത്. കതിര് കണ്ടില്ലേ, പുരാതന വസ്തുക്കളൊക്കെ ഉള്ളൊരു ഇതാണ്. എന്തായാലും നല്ലൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കുട്ടികളൊക്കെ കൊണ്ട് കുറച്ച് എന്താ പറയുക, ഒഴിവുള്ള ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം പൈസക്ക് ചിലവില്ല. നല്ലൊരു ഇതാണ്, പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അവിടെ റൈഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, കുതിര സവാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ചെറിയ ചെറിയ പാർക്ക്, അതായത് നമ്മളെ ബോട്ട് യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. ചവിട്ടുപോട്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ അങ്ങനെ എല്ലാവരും നല്ല തിരക്കാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ്. ഒരു 3 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അതാ ലച്ചുവിനൊക്കെ റൈഡിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ലച്ചുവിന് പേടിയിട്ടോ, കുതിരപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐഷു കയറി, ഐഷു നിച്ചൊക്കെ കയറി. ലച്ചുവിന് പേടിയാണ്. അങ്ങനെ ഇതാ ഐഷും നിച്ചും കൂടെ അങ്ങനെ കുതിരപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. നല്ല വ്യൂ ഉണ്ട് അവിടെ. എന്താ പറയുക, നല്ലൊരു തണുപ്പും നല്ല കാറ്റും നല്ലൊരു പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇതാ. ലച്ചു കയറാൻ വേണ്ടിയിട്ട്, കുതിരപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ കയറി. പക്ഷേ ഒക്കെ പേടി, പിന്നെ ഇറങ്ങിപ്പോരാണ് ചെയ്തത് കേട്ടോ. കണ്ടില്ലേ, ലച്ചൊക്കെ ഇതാ വരുന്നേ. ഒന്ന് ഇങ്ങനെയൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. എന്നാലും കുട്ടികളൊരു ആഗ്രഹമല്ലേ, അതിന് വേണ്ടി. ഇത്ര ഉള്ളോ? ഒരു റൗണ്ട് ഓടിച്ചിട്ട് കൂടെ ഇല്ലോ. എനിക്ക് കുതിരപ്പുറത്ത് കയറണോ? വേണ്ടേ? എനിക്ക് പേടിയാ. എനിക്ക് എന്താ പേടിയില്ലാത്തേ? എന്താ പേടിയില്ലാത്തേ? കുതിരപ്പുറത്ത് കയറാൻ പേടിയില്ല. ആ അതാണേ ഇറങ്ങിക്കുന്നോളെ. എന്തെങ്കിലും രണ്ടാളും ബോധം കേട്ട് നോക്കണേ. കുതിരനെ നോക്ക. നിങ്ങളൊന്നും അറിയില്ല. സ്പീഡിലാണ്. അപ്പോൾ അത് അമ്മായി ഇതാ കുട്ടികളെ കൂടെ ഊഞ്ഞാലിലൊക്കെ ആടണം കേട്ടോ. അമ്മായിക്കൊരാഗ്രഹം ഊഞ്ഞാലിലാടുന്നത്. അപ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആടണം.
മനസ്സിലായില്ലേ? നോക്കിയിട്ട് കാര്യമില്ല, ഇത് ആടല്ലേ. ഐറി ആടുന്നുണ്ടോ? നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. എല്ലാവർക്കും കാണാൻ തോന്നണം. അതുപോലെ വേറൊരു റൈഡൊന്നും അവിടെ ഇല്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഊഞ്ഞാലിലൊക്കെ നാടിയിട്ടോ. അപ്പോൾ അങ്ങനെ ഊഞ്ഞാലിലൊക്കെ ആടി ഞങ്ങൾ എന്താ പറയുക, നല്ലൊരു രസകരമായ എന്താ പറയുക, ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഭയങ്കര നല്ലൊരു ക്യൂട്ടാണ് അവിടെ. ഒന്നാമത് നല്ലൊരു പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല. കുട്ടികൾക്കും തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി അവിടെ. അപ്പോൾ ഈ വെക്കേഷനിലൊക്കെ എല്ലാവരും പോയിക്കോളി. അധികം പൈസയൊന്നുമില്ല കേട്ടോ. ആകെ 20 രൂപയുടെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ബോട്ടിങ്ങിന് വേറുണ്ട്, അല്ലാത്ത സ്ഥലത്ത് അതുപോലെ കുതിര സവാരിക്കൊക്കെ വേറുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ വേറെ എവിടെയും പോയി ആയാലും നമുക്കതിൽ കൂടുതൽ പൈസ ആവുമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ പോവുക, വെക്കേഷനല്ലേ എന്തായാലും. പിന്നെ ഒന്നാമത് ഈ ചൂടും, അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ചൂടൊന്നും അറിയണില്ല കേട്ടോ. കുറച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് പോയാൽ നല്ല എന്താ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ വിഷുവും കൂടെ ആയതുകൊണ്ടേ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാർ. അങ്ങനെ ചെല്ലുമ്പോൾ അത്ര അധികം ആളുകളൊന്നുമില്ല. പക്ഷേ നല്ലൊരു 4-4:30 ആകുമ്പോഴേക്ക് നല്ല തിരക്കായിട്ടോ. അനെ മേൽ തട്ടോ എടുക്ക് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. ആരെന്ന് വെച്ചോ മേൽ തട്ടോ എന്റെ നദി നിർത്തി കളി.
ഫനും ഞാനൊക്കെ ഊഞ്ഞാലിലൊന്ന് കേറാതെ നിക്കണല്ലേ ഫന? നമുക്ക് ചാൻസ് കിട്ടിയില്ലല്ലേ? അങ്ങനെ ഞങ്ങൾ പോരാൻ സമയം ആയപ്പോഴേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. നല്ല രസമായിട്ടായിരുന്നു കേട്ടോ അവിടെ ഫുഡ് കഴിക്കാൻ. ഉണ്ടാവും, ഒരാൾ പറഞ്ഞാൽ പിന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അങ്ങനെ നല്ല ടേസ്റ്റുള്ള കപ്പയും അതുപോലെ മീൻ കറി കേട്ടോ, പിന്നെ പൊറോട്ടയും അതുപോലെ ചിക്കൻ കടായും പിന്നെന്താ വേറെന്താ തട്ടുദോശ എല്ലാം കഴിച്ചിരുന്നു കേട്ടോ. എല്ലാം ടേസ്റ്റ് നോക്കി, ലൈമ് ചായ അങ്ങനെ എല്ലാം വാങ്ങിച്ചിരുന്നു. ഒരുവിധം ഫുഡൊക്കെ ഞങ്ങളവിടെ ടേസ്റ്റ് നോക്കിയിരുന്നു കേട്ടോ. അടിപൊളിയായത് കപ്പയും മീൻ കറിയാണ് കേട്ടോ. കപ്പ മീനൊക്കെ ഫ്രഷ് അപ്പം പിടിച്ചിട്ട് നമുക്ക് ഇതാക്കി തരിക ചെയ്യുന്നത്. അടിപൊളി. ഇറങ്ങി